അനാലിസിസ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. ലാസ്റ്റ് ക്ലാസ്സിലെ വെലോസിറ്റി മോഡുലേഷൻ വരെയാണ് ഡിറൈവ് ചെയ്തത്. സോ വൺസ് നമ്മൾ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി മോഡുലേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ജോയിൻ ചെയ്യും. അതിനെയാണ് ബഞ്ചിങ് എന്ന് പറയുക. സോ നമ്മൾ ബഞ്ചറിലേക്കാണ് ഇലക്ട്രോൺസ് എത്തുന്നതും ബഞ്ചറിലേക്കാണ് RF വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇഫ് ദ ഇലക്ട്രോൺസ് ആർ അറൈവിങ് അറ്റ് സീറോ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സീറോയിലാണ് ഇലക്ട്രോൺസ് എത്തുന്നതെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ വിൽ ട്രാവൽ വിത്ത് സെയിം വെലോസിറ്റി and it acts as the bunching center. So if the electrons are arriving at the positive half cycle of the Vs, then that electron travel with very high velocity. Same way, if the electrons are arriving at the buncher cavity during the negative half cycle, then that electron travel with lower velocity. So അങ്ങനെ 3 വെലോസിറ്റിയിൽ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കഴിയുമ്പോൾ ഈ ഒരു 3 ഇലക്ട്രോൺസും കൂടി ബഞ്ച് ചെയ്യും. മീൻസ് അതൊരു ഡെൻസ് ക്ലസ്റ്ററായിട്ട് മാറും. പക്ഷേ ഇപ്പോൾ ഒരു ഫിഗറിൽ 3 ടൈം പീരീഡ് കാണിച്ചിട്ടുണ്ട്. ടി എ എന്ന് പറയുന്ന ടൈം പീരീഡിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. ടി ബി എന്ന് പറയുന്ന ടൈം പീരീഡിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് വെലോസിറ്റിയിലാണോ ആ ഇലക്ട്രോൺ വരുന്നത് അതേ വെലോസിറ്റി തന്നെയായിരിക്കും മൂവ് ചെയ്യുക. ദറ്റ് ഈസ് വി നോട്ട് എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. സോ ആ ഒരു ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും വി നോട്ട് എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്. സോ ആ ടി ബി ടൈം പീരീഡാണ് നമ്മളെപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുക. ടി സി എന്ന് പറയുന്ന ടൈം പീരീഡിൽ ഇലക്ട്രോൺ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. സോ ആ ഒരു ടൈമിൽ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ഇലക്ട്രോൺസും ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ബഞ്ച് ചെയ്യുന്നത്. ആ ബഞ്ചിങ് നടക്കുന്ന സമയത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഡി ആണ്. ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ഡെൽറ്റ എൽ ആസ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ടി ഡി മൈനസ് ടി ബി. ഇത് ബേസിക് ഇക്വേഷനാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എൽ. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ടി ഡി മൈനസ് ടി ബി എന്ന് എഴുതാം. സെയിം വേ distance for the electrons at Ta and Tc can be written as delta L is equal to V minimum into Td minus Ta. മിനിമം കിട്ടുന്നത് ടിഎയിലാണ്. സോ ആ ഒരു ഇക്വേഷനിൽ വി നോട്ടിന് പകരം വി മിനിമം എഴുതുന്നു ടി ഡി മൈനസ് ടി എ. ഇനി മാക്സിമം നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും? ടി സിയിലാണ്. സോ ആ ഒരു ഇക്വേഷൻ വരുമ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു വി മാക്സ് ഇൻറ്റു ടി ഡി മൈനസ് ടി സി. ദെൻ ഈ ടി എനെയും നമുക്ക് ഒമേഗയുടെ ടേംസിലേക്ക് മാറ്റാം. ടി എ എന്ന് പറഞ്ഞാൽ ടി ബി മൈനസ് പൈ ബൈ 2 ഒമേഗയാണ്. സെയിം വേ ടി സി എന്ന് പറയുന്നത് ടി ബി പ്ലസ് പൈ ബൈ 2 ഒമേഗയാണ്. ദെൻ ഈ ഒരു 2 ഇക്വേഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 2 and 3. ഇത് നമ്മൾ ഓൾറെഡി വെലോസിറ്റി മോഡുലേഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്. V of T1 is equal to V naught into 1 plus beta I V1 by 2 V naught into sin omega T naught plus theta G by 2. Same way omega T1 minus theta G by 2 എന്ന് പറഞ്ഞ 2 ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ വെലോസിറ്റി മാക്സിമം വരണമെങ്കിൽ നമുക്ക് സൈനിൻ്റെ ടേമിൽ എന്ത് വരണം? ആ ഒരു സൈൻ ടേം 1 ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുക. സെയിം വേ സൈൻ ടേം -1 ആവുമ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? വി മിനിമം ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു മിനിമം ആവണമെങ്കിൽ സൈനിൻ്റെ വാല്യൂ മൈനസ് വരണം അല്ലേ? വി നോട്ട് ഇൻറ്റു 1 മൈനസ് ബീറ്റ ഐ V1 ബൈ 2 വി നോട്ട് എഴുതി നോക്കുക. ദെൻ വി മാക്സിമം എന്ന് പറയുമ്പോൾ വെലോസിറ്റി മോഡുലേഷൻ്റെ ഇക്വേഷനിൽ സൈനിൻ്റെ ടേം 1 വരണം. സോ വി മാക്സ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഐ V1 ബൈ 2 വി നോട്ട്. And these two equations are numbered as 4 and 5. So ഈ ഒരു 4 and 5 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2ലും 3ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ you will be getting delta L is equal to V naught into Td minus Tb plus V naught pi by 2 omega minus V naught beta I V1 by 2 V naught Td minus Tb minus V naught beta I V1 by 2 V naught into pi by 2 omega.
Same way, delta L is equal to V naught into Td minus Tb plus minus V naught pi by 2 omega plus V naught beta I V1 by 2 V naught into Td minus Tb minus ആണ് പ്ലസ് അല്ല അവിടെ മൈനസ് V naught into beta I V1 by 2 V naught into pi by 2 omega. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സോ ആ ഒരു ഇലക്ട്രോൺസ് TA, TB ആൻഡ് TC ടൈമിലുള്ള ഇലക്ട്രോൺസിന് സെയിം ഡിസ്റ്റൻസിൽ ബഞ്ച് ചെയ്യണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷനാണ് V naught into pi by 2 omega minus V naught into beta I V1 by 2 V naught into TD minus TB minus V naught into beta I V1 by 2 V naught into pi by 2 omega equal to 0. ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 6 and 7 നിന്നാണ് ഈ ഒരു ടേം എഴുതിയിട്ടുള്ളത്. ദിസ് വൺ ഷുഡ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ആവണം. ദെൻ ഇതിൽ നിന്ന് നമുക്ക് TD മൈനസ് TB കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, ഫൈനൽ സ്റ്റെപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. TD മൈനസ് TB ഇസ് ഈക്വൽ ടു പൈ V naught ബൈ ഒമേഗ ബീറ്റ I ഇൻറ്റു V1. ദെൻ ബഞ്ചർ ക്യാവിറ്റിയും കാച്ചർ ക്യാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് T1 ആണ്. കാച്ചർ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ ടൈം പീരീഡ് എന്ന് പറയുന്നത് T2 ആണ്. മീൻസ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് കാച്ചർ ക്യാവിറ്റിയും തമ്മിൽ മീൻസ് ആ ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് കാച്ചർ ക്യാവിറ്റിയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. സോ ട്രാൻസിറ്റ് ടൈം T ഇസ് ഈക്വൽ ടു T2 മൈനസ് T1. ദാറ്റ് ഈസ് L ബൈ V ഓഫ് T1. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം L ബൈ V ഓഫ് T1. ഇനി V ഓഫ് T1 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെലോസിറ്റി മോഡുലേഷൻ്റെ ഇക്വേഷൻ. സോ ആ ഒരു ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ L ബൈ V നോട്ടിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് T നോട്ട്. സോ ട്രാൻസിറ്റ് ടൈം T ഇസ് ഈക്വൽ ടു T നോട്ട് ഇൻറ്റു ഈ ഒരു താഴത്തെ ടേം എന്ന് പറയുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് 1 മൈനസ് ബീറ്റ I V1 ബൈ 2 V നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ T1 മൈനസ് തീറ്റ G ബൈ 2 എന്ന് പറഞ്ഞ ടേമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇൻ ദാറ്റ് T നോട്ട് ഈക്വൽ ടു L ബൈ V നോട്ട് എന്ന് പറയുന്നതാണ് DC ട്രാൻസിറ്റ് ടൈം. നെക്സ്റ്റ് ഈ ഒരു ട്രാൻസിറ്റ് ടൈമിന് നമ്മൾ റേഡിയൻസിൻ്റെ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ടീൻ്റെ കൂടെ ഒമേഗയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഒമേഗ T ഇസ് ഈക്വൽ ടു ഒമേഗ T. ഈ ഒരു ടേമിലും ഒമേഗ T നോട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ T ഇസ് ഈക്വൽ ടു ഒമേഗ T2 മൈനസ് ഒമേഗ T1 വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ നോട്ട് മൈനസ് എക്സ് സൈൻ ഒമേഗ T1 മൈനസ് തീറ്റ G ബൈ 2. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്പർ 12ലേക്ക് ഒമേഗയുടെ ടേം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. വേർ തീറ്റ നോട്ട് എന്ന് പറയുന്നത് ഒമേഗ L ബൈ V നോട്ടാണ്. ദറ്റ് ഈസ് ദ ട്രാൻസിറ്റ് ആംഗിൾ ബിറ്റ്വീൻ ക്യാവിറ്റി. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ബീറ്റ I V1 ബൈ 2 V നോട്ട് ഇൻറ്റു തീറ്റ നോട്ടിനെയാണ് നമ്മൾ ബഞ്ചിങ് പാരാമീറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദി കറണ്ട്. സോ ബഞ്ച് പാരാമീറ്റർ വരെയാണ് ഇപ്പം ഡിറൈവ് ചെയ്തത്. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബഞ്ചർ ക്യാവിറ്റിയിലെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. ചാർജ് എന്ന് പറയുന്നത് dQ നോട്ടാണ്. സോ dQ നോട്ട് എന്ന് പറയുന്നത് I നോട്ട് ഇൻറ്റു dt നോട്ടാണ്. Q ഇസ് ഈക്വൽ ടു I ഇൻറ്റു T ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിലേക്ക് I നോട്ട് എന്ന് പറയുന്നത് DC കറണ്ടാണ്, dt നോട്ട് എന്ന് പറയുന്നത് ടൈമാണ്. ദെൻ കൺസർവേഷൻ ഓഫ് ചാർജ് വെച്ചിട്ട് നമുക്ക് എഴുതാം ഈ dQ നോട്ട് തന്നെയായിരിക്കും കാച്ചർ ക്യാവിറ്റിയിലേക്കും എൻറ്റർ ചെയ്യുന്നത് അറ്റ് ടൈം പീരീഡ് dt2. സോ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? I നോട്ട് dt നോട്ട് ഇസ് ഈക്വൽ ടു കാച്ചർ ക്യാവിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ കാച്ചർ ക്യാവിറ്റിയിലെ കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് dt2 ആണ്.
ദെൻ നമ്മൾ നേരത്തെ ട്രാൻസിറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മീൻസ് ഇക്വേഷൻ നമ്പർ 12. സോ ആ ഒരു ഇക്വേഷൻ നമ്പർ 12നെ വെലോസിറ്റി മോഡുലേഷൻ്റെ ടേംസിലേക്ക് എഴുതിയാൽ വി വിൽ ബി ഗെറ്റിംഗ് ആസ് T2 is equal to T0 plus 2 plus T0 into 1 minus beta I V1 by 2 V0 into sin omega T0 plus theta G by 2. ഇതിനെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ടൈമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഇതിനെ റേഡിയൻസിൻ്റെ ടേമിലേക്ക് എഴുതുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ആസ് ഒമേഗ T2 മൈനസ് തീറ്റ നോട്ട് പ്ലസ് തീറ്റ ജി ബൈ 2 ഇസ് ഈക്വൽ ടു ഒമേഗ T0 പ്ലസ് തീറ്റ ജി ബൈ 2 മൈനസ് എക്സ് സൈൻ ഒമേഗ T0 പ്ലസ് തീറ്റ ജി ബൈ 2. അതിൽ ഈ ഒരു ഫസ്റ്റ് ടേം ഒമേഗ T0 പ്ലസ് തീറ്റ ജി ബൈ 2 എന്ന് പറയുന്നതാണ് ബഞ്ചർ ക്യാവിറ്റീൻ്റെ ഡിപ്പാർച്ചർ ആംഗിൾ. സെക്കൻഡ് ടേം മീൻസ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം ലെഫ്റ്റ് ഹാൻഡ് LHSലുള്ള ടേം ഒമേഗ T2 മൈനസ് T0 പ്ലസ് തീറ്റ ജി ബൈ 2 ആണ് കാച്ചർ ക്യാവിറ്റിയിലെ അറൈവിങ് ആംഗിൾ. ഈ ഒരു ഇക്വേഷന് ഒമേഗയുടെ ടേംസിലേക്ക് മാറ്റി റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ നമ്പർ 19 കിട്ടുക. ദെൻ ഇപ്പോൾ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം കാൽക്കുലേറ്റ് ചെയ്തതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക മീൻസ് ഇക്വേഷൻ നമ്പർ 18നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും dt2 is equal to dt0 into 1 minus x cos omega t0 plus theta g by 2. ഇതിൽ നിന്നും നമുക്ക് കറണ്ട് എഴുതാം I2 t0 is equal to I0 divided by 1 minus x cos omega t0 plus theta g by 2. ഈ ഒരു ഇത് എഴുതുന്നത് ഇക്വേഷൻ നമ്പർ 17ൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. I2ൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? I2 എന്ന് പറയുന്നത് I0 dt0 by d2 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നമ്പർ 17 യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇക്വേഷനിൽ നിന്ന് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. സോ ഇൻ ടേംസ് ഓഫ് T2 ആണെങ്കിൽ എക്സിറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് T2 ആണെങ്കിൽ നമുക്ക് ആ ഒരു കറണ്ടിനെ എങ്ങനെ എഴുതാം? ടീൻ്റെ സ്ഥാനത്തെല്ലാം T2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. വേർ T2 എന്ന് പറയുന്നത് T0 പ്ലസ് 2 പ്ലസ് T0 ആയിരിക്കും. അപ്പോൾ അതിനെ റേഡിയൻസിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ഒമേഗ T2 ഇസ് ഈക്വൽ ടു ഒമേഗ T0 പ്ലസ് ഒമേഗ 2 പ്ലസ് ഒമേഗ T0. അതിനെ തന്നെയും തീറ്റയുടെ ടേമിൽ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി നോക്കുക. So we will be getting the beam current at the catcher cavity as a periodic waveform with a period of 2 pi by omega. നോർമലി ഒരു പീരിയോഡിക് വേവ് ഫോം തരാണെങ്കിൽ അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഫോറിയർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് I2 is equal to A0 plus summation of n equal to 1 to infinity an cos of n omega t2 plus bn sin of n omega t2 ആണ്. ഇതാണ് മെയിൻലി ഒരു ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻസും ബാക്കി സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിക്കുക. ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് I2 is equal to I0 plus summation of n equal to 1 infinity to I0 jn of nx cos n omega t2 minus 2 minus t0 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ കറണ്ടിൻ്റെ ഇക്വേഷൻ. സോ ഇതിൽ ഫണ്ടമെൻ്റൽ കറൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2I0 J1 of x ആണ് ഇതിൽ ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ആ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് നമുക്ക് x ഈക്വൽ ടു 1.841 ആണ്. സോ നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് വി വിൽ ഗെറ്റ് ദി മാക്സിമം ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഓഫ് കറണ്ട് can be calculated from the equation number 14, 15 and 34 and we will get the final equation as ആ ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസ് മാക്സിമം ബഞ്ചിങ് നടക്കുന്ന ആ ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.682 V0 into V0 by omega beta I V1. സോ ഇതാണ് ഒപ്റ്റിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബഞ്ചിങ് നടക്കുന്ന ഒപ്റ്റിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. Next is output power and beam loading. In that, the induced current in the catcher cavity. Catcher cavityയിലെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. So that the fundamental component of induced microwave current can be calculated as beta naught into I2.
മീൻസ് ആ ഒരു കപ്ലിംഗ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു I2 ആയിരിക്കും ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. I2 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ആ ഒരു ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ബഞ്ചർ ക്യാവിറ്റിയും കാച്ചർ ക്യാവിറ്റിയും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ബീറ്റ ഐ, ബഞ്ചർ ക്യാവിറ്റിയുടെ കപ്ലിംഗ് കോഎഫിഷ്യൻറ്റ് ബീറ്റ ഐ ഇസ് ഈക്വൽ ടു ബീറ്റ നോട്ട് ആണ്. Then the fundamental component of current induced in the catcher cavity can be written as I2 induced current is equal to beta naught into I2. I2 നെ നമുക്കറിയാം ആ ഒരു ടേം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇതാണ് ഒരു ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇക്വാലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദെൻ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് RSHO എന്ന് പറയുന്നത് ക്യാവിറ്റി വോൾ റെസിസ്റ്റൻസ് ആണ്, RB എന്ന് പറയുന്നത് ബീം ലോഡിംഗ് റെസിസ്റ്റൻസ് ആണ്, RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു 3 റെസിസ്റ്റൻസിനെയും നമ്മൾ RSH വെച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഔട്ട്പുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. P out is equal to beta naught I2 square into RSH divided by 2. ദെൻ ആ ഒരു I ഇൻറ്റു ആർ എന്ന് പറയുന്നത് V2 ആണ്. സോ ബീറ്റ നോട്ട് I2 ഇൻറ്റു V2 ബൈ 2 ആയിരിക്കും നിങ്ങൾക്ക് ക്ലൈസ്ട്രോണിൻ്റെ ക്യാവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ P ഔട്ട് ബൈ P ഇൻ ആണ്. P ഔട്ട് നമ്മളിപ്പോൾ എഴുതി, ആ P ഔട്ട് ഇൻപുട്ട് പവർ എത്രയാണെന്ന് അറിയാം. സോ P ഔട്ട് ബൈ P ഇൻ ചെയ്യുക. ദെൻ we will be getting the equation as beta naught I2 into V2 divided by 2 I naught into V naught. So if the perfect coupling ആണെങ്കിൽ beta naught എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ബീം കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു എക്സിൻ്റെ ടേമൊക്കെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ എഴുതി. സോ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 2 I naught into 0.582 ആണ്. സോ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get the maximum efficiency as 58%. Next is mutual conductance. Mutual conductance means it is the ratio of induced output current to the input voltage. Induced output current ൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിവൈഡഡ് ബൈ V1. സോ V1 എന്താണെന്ന് നമുക്കറിയാം. V1 is equal to 2V0 into beta naught theta naught into X ആണ്. X എന്ന് പറയുന്നത് ബഞ്ചിങ് പാരാമീറ്റർ ആണ്. സോ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ബീറ്റ നോട്ടും ബീറ്റ ഐയും ഈക്വൽ ആണ്, പെർഫെക്റ്റ് കപ്ലിംഗ് ആണ് എന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദെൻ വി വിൽ ബി ഗെറ്റിംഗ് ദ നോർമലൈസ്ഡ് മ്യൂച്വൽ കണ്ടക്റ്റൻസ് ആസ് GM by G0 is equal to beta naught square theta naught into J1X divided by X. അല്ല G0 എന്ന് പറയുന്നത് DC ബീം കണ്ടക്റ്റൻസ് ആണ്. സോ വൺസ് ബഞ്ചിങ് പാരാമീറ്റർ എക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ദെൻ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ ബീറ്റ നോട്ട് ഇൻറ്റു I2 RSH ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വാലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ദെൻ ഡിവൈഡഡ് ബൈ V1. I2യുടെ വാല്യൂ അറിയാം, ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആസ് ബീറ്റ നോട്ട് സ്ക്വയർ തീറ്റ നോട്ട് ബൈ R നോട്ട് ഇൻറ്റു J1 ബൈ X ഇൻറ്റു RSH. R നോട്ട് എന്ന് പറയുന്നത് DC ബീം റെസിസ്റ്റൻസ് ആണ്. സോ നമുക്കതിനെ എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമ്പർ 3 എല്ലാം വെച്ച് ജനറലൈസ് ചെയ്ത് എഴുതാം. വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു GM ഇൻറ്റു RSH. നെക്സ്റ്റ് ബീം ലോഡിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മീൻസ് ലോഡിംഗ് വരുമ്പോൾ ഉണ്ടാകുന്ന റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെയാണ് ബീം ലോഡിംഗ് എന്ന് പറയുക. സോ ആ ഒരു ബീം ലോഡിങ്ങിൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിക്കുക. ബീം ലോഡിംഗ് GB is equal to G0 by 2 into beta naught square minus beta naught cos theta G by 2. Whereas beam loading resistance is equal to 1 by GB.